മലപ്പുറം പാണക്കാട് വൻ മണ്ണിടിച്ചിൽ. ഇന്ന് രാവിലെയാണ് മണ്ണിടിഞ്ഞു വീണത്. നാട്ടുകാർ നോക്കി നിൽക്കവെയാണ് അപകടം. പ്രദേശത്തുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പരപ്പനങ്ങാടി മലപ്പുറം മഞ്ചേരി റൂട്ടിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. മണ്ണിടിച്ചിലുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മീഡിയ വൺ വാർത്താസംഘമാണ് പ്രദേശത്ത് ആദ്യം എത്തുന്നത്. ഈ സമയം ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ ആരംഭിച്ചിരുന്നു. പിന്നീട് മലപ്പുറത്തു നിന്നുള്ള പോലീസും നാട്ടുകാരും ചേർന്ന് ഗതാഗതം നിയന്ത്രിച്ചു. മണ്ണിടിച്ചിലിന്റെ വാർത്ത ലൈവ് റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് കുന്ന് പൂർണ്ണമായും താഴേക്ക് പതിച്ചത്. മീഡിയ വൺ വാർത്താസംഘം ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. കൈരളി ന്യൂസ് മലപ്പുറം ക്യാമറമാൻ ജയേഷ് വില്ലോടിക്ക് പരിക്കേറ്റു. നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു. സമീപത്ത് നിർത്തിയിട്ട ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് ഇലക്ട്രിക് പോസ്റ്റ് പൊട്ടി വീണു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകിയ കാര്യം നഗരസഭയ്ക്ക് അറിയില്ലെന്നും അനുമതി കൊടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ റിൻഷ മീഡിയ വണിനോട് പറഞ്ഞു. ജിയോളജി വകുപ്പ് അനുമതി ഒന്നും പറയുന്നത് കേൾക്കുന്നത് നമ്മൾക്ക് അറിയില്ലല്ലോ, നമ്മളോട് ചോദിച്ചിട്ടല്ലോ. അത് ഈ മഴക്കാലത്ത് JCB വെച്ച് മാന്തിയോ ഇതൊന്നും നമ്മൾ അറിയില്ലല്ലോ. നമ്മളോട് പെർമിഷൻ ചോദിച്ചിട്ടില്ല, നമ്മളത് അനുമതി കൊടുത്തിട്ടില്ല. ഈ സാഹചര്യത്തിൽ അത് ഒരിക്കലും ചെയ്യുന്നതല്ല. അനുമതിയില്ലാതെ പ്രദേശത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നതായി നാട്ടുകാർ ആരോപിച്ചു. ഇത് എല്ലാവർക്കും മനസ്സിലാവും, തീരെ ഉറപ്പില്ലാത്ത മണ്ണാണ് ഇവിടെ ഉള്ളത്. ഈ മണ്ണിലാണ് 3 സ്ഥലത്ത് ഒറ്റ ഭൂമിയാണ്, 13ഓളം ഏക്കർ വരുന്നൊരു ഭൂമിയാണ്. ഈ ഭൂമിയിൽ ഇവരിങ്ങനെ മണ്ണെടുക്കാൻ ആര് കൊടുത്ത്? ഇപ്പൊ നേരത്തെ പറഞ്ഞു, മുനിസിപ്പൽ ചെയർപേഴ്സൺ പറഞ്ഞു, എന്താ പറഞ്ഞു, ഇവിടെ ജിയോളജി അറിഞ്ഞില്ല. അപ്പൊ ഈ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഓഫീസിനകത്തിരിക്കുകയാണോ? ആരെയെ പറ്റിക്കുന്നത്? ജില്ലയിൽ ഇന്ന് രാവിലെ മുതൽ ശക്തമായ മഴ തുടരുകയാണ്. കരുവാരക്കുണ്ട് ഇരിങ്ങാട്ടിരി മൂച്ചിക്കലിൽ നിർമ്മാണത്തിലിരുന്ന ഇരുനില വീട് കനത്ത മഴയിൽ തകർന്നു വീണു. പുലർച്ചെയാണ് വീട് തകർന്നു വീണത്. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും വെള്ളം കയറി. തീർത്തും അശാസ്ത്രീയമായാണ് ഈ കുന്നിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത്. നിർമ്മാണത്തിന് ആരാണ് അനുമതി നൽകിയതെന്ന ചോദ്യമാണ് ഉയരുന്നത്. പാണക്കാട് നിന്ന് അനുരൂപ് ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ വൺ.